നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞു. ജോൽ ലാപ്പോർട്ട വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വലിയ മാർജിനിലാണ് അദ്ദേഹം വോട്ടിങ്ങിൽ വിജയിച്ചത്. ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 29.78% മാത്രമാണ് വിക്ടർ ഫോണ്ടിന് ലഭിച്ചതെങ്കിൽ 68.18% വോട്ടുകളാണ് ജോൽ ലാപ്പോർട്ടയ്ക്ക് ലഭിച്ചത്. 14,385 വോട്ടുകൾ വിക്ടർ ഫോണ്ടിന് ലഭിച്ചപ്പോൾ 32,934 വോട്ടുകളാണ് ജോൻ ലാപ്പോർട്ടയ്ക്ക് ലഭിച്ചത്. അതായത് വലിയ മാർജിനിലെ വിജയമാണ്. ബ്ലാങ്ക് വോട്ടുകൾ ഉണ്ടായിരുന്നു, അത് 2.04%. 984 വോട്ടുകൾ ബ്ലാങ്കായി, അതായത് അസാധുവായി എന്നാണ് ഇപ്പോൾ ബാഴ്സ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത്. വമ്പൻ മാർജിനിൽ വിജയിച്ചുകൊണ്ട് വീണ്ടും ജോൻ ലാപ്പോർട്ട ബാഴ്സലോണയുടെ പ്രസിഡന്റ് ആവുകയാണ്. 2031 വരെ ഇനി ലാപ്പോർട്ടയാണ് അവരുടെ പ്രസിഡന്റ്. ഇലക്ഷൻ വിജയിച്ചതോടുകൂടി എല്ലാവരോടും നന്ദി പറഞ്ഞു. ജോൻ ലാപ്പോർട്ടയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അദ്ദേഹം പറയുന്നു, എല്ലാവർക്കും നന്ദി പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതൊരു ഡെമോക്രാറ്റിക് ക്ലബ്ബാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ മെമ്പേഴ്സ് ഞങ്ങളുടെ വർക്കിൽ സംതൃപ്തി അറിയിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വീണ്ടും പ്രസിഡൻ്റായി തുടരാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ആദരവാണ്. വിസ്ക എൽ ബാഴ്സ എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഓരോരുത്തർക്കായിട്ട് നന്ദി പറയുകയാണ്. താങ്ക് യു ഫോർ ദി ഇലക്ട്രൽ ബോർഡ്, ഡെമോക്രാറ്റിക് പ്രോസസ് വാസ് സക്സസ്ഫുൾ. പിന്നെ വിക്ടർ ഫോണ്ടിനും അഭിനന്ദനങ്ങൾ നേരുകയാണ്, നന്നായിട്ട് മത്സരിച്ചു. അതുപോലെ തന്നെ കോച്ച് അൻസി ഫ്ലിക്കിനും ഡെക്കോക്ക്, ബോയന്, എല്ലാവർക്കും, എല്ലാ പ്രൊഫഷണൽസിലും, ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത എല്ലാ പ്രൊഫഷണൽസിലും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി. ഈ ഇലക്ഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. നമുക്കത് സെലിബ്രേറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് ഗ്രൂപ്പ് വളരെ ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾ ബാഴ്സലോണയെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലാണ് മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും ഈ ടേമിൽ നമ്മൾ ക്യാമ്പ് നൗവിലെ വർക്ക് ഫിനിഷ് ചെയ്യും. നമ്മൾ ആ രൂപത്തിൽ ക്ലബിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. വി വിൽ കണ്ടിന്യൂ ടൈറ്റിൽസ് വിത്ത് ഓൾ ഓഫ് ദി സ്പോർട്ടിംഗ് സെക്ഷൻസ് അറ്റ് ദി ക്ലബ്ബ്. തീർച്ചയായിട്ടും ഇത് ഒരു ഫുട്ബോൾ ക്ലബ്ബ് മാത്രമല്ല, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി കാറ്റലനാണ്, ഡെമോക്രാറ്റിക് ആണ്, മാഗ്നിഫിഷ്യൻ്റ് ആണ് എന്നാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 2031 വരെ ഇനി ലാപ്പോർട്ട തന്നെ ബാഴ്സയുടെ പ്രസിഡന്റ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.